ഒരു സ്റ്റാർട്ടപ്പ് പിച്ച് ഡെക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ടൈറ്റിൽ സ്ലൈഡിലാണ് കമ്പനിയുടെ പേര്, ലോഗോ ഉൾപ്പെടുത്തുന്നത്. അതിനുശേഷം പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിൽ ഉൾക്കൊള്ളിക്കുന്നത്. അതിനുശേഷം സൊല്യൂഷൻ. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ ആ പ്രോബ്ലത്തിന് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എങ്ങനെയാണ് ഒരു സൊല്യൂഷനായി മാറുന്നത് എന്നുള്ളതാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ പ്രൊഡക്റ്റിന് എത്രത്തോളം മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ സ്ലൈഡിൽ ഡിസ്ക്രൈബ് ചെയ്യുക. ദെൻ ട്രാക്ഷൻ ആൻഡ് മൈൽ സ്റ്റോൺ. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് എത്രത്തോളം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, എത്രത്തോളം കസ്റ്റമേഴ്സ് നമ്മൾ അക്വയർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, എത്ര കസ്റ്റമേഴ്സ് നമ്മൾ കിട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത സ്ലൈഡ് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത് നമ്മുടെ ടീം മെമ്പേഴ്സിനെ കുറിച്ചാണ്. ടീം എന്നാണ് ആ സ്ലൈഡിന്റെ പേര് തന്നെ. നമ്മുടെ ടീമിൽ ആരൊക്കെയുണ്ട്, അവർ ഈ പ്രൊഡക്റ്റിന് എത്രത്തോളം അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അവരുടെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ലൈഡാണ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. അതിലാണ് നമ്മൾ റവന്യൂ സ്ട്രീമിനെ കുറിച്ചും കോസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഇമ്പോർട്ടൻറ്റ് സ്ലൈഡാണ് ഇൻവെസ്റ്റ്മെന്റ് ആസ്ക്. ഈ സ്ലൈഡിലാണ് നമ്മൾ എത്രയാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടതെന്നുള്ളത് നമ്മളുടെ പിച്ച് ഡെക്ക് കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആരുടെ മുമ്പിലാണ് പിച്ച് പ്രസന്റ് ചെയ്യുന്നത് അവരോട് നമ്മൾ ചോദിക്കേണ്ടത്. ഏറ്റവും അവസാനത്തെ സ്ലൈഡാണ് കൺക്ലൂഷൻ അല്ലെങ്കിൽ കോൾ ടു ആക്ഷൻ എന്ന് പറയുന്നത്. ഈ സ്ലൈഡിലാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത എല്ലാ പോയിന്റുകളും സമ്മറൈസ് ചെയ്യുന്നതും അടുത്ത ഒരു മീറ്റിംഗിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നേടിയെടുക്കാനുള്ള അടുത്ത മീറ്റിംഗിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ ക്ഷണിക്കുന്നതാണ് ഏറ്റവും അവസാനത്തെ സ്ലൈഡ്. ഫോളോ ഫോർ മോർ ഇൻഫർമേഷൻ.